മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാടൻ മുട്ടപ്പുളി ഉണ്ടാക്കാൻ പോണത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ സൂപ്പർ ഈസിയാണ് ഉണ്ടാക്കാനും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മുട്ടയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുട്ട എടുക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ന് അതൊന്നും കാണിച്ച് സമയം കളയുന്നില്ല. മുട്ട എടുക്കാൻ പോയപ്പം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ തന്നെയാണ്, അതാണ് പല വലിപ്പത്തിലും ഷേപ്പിലും. ബാക്കി ഇൻഗ്രീഡിയൻസ് 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത്. വലുതാണ് 2 എണ്ണം മതി. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ചാണ് സവാള എടുക്കേണ്ടത്. 2 നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളിക്ക് കുറച്ച് വലിപ്പമുണ്ട്. നാട്ടിലെ വെളുത്തുള്ളി ചെറുതാണെങ്കിലും നല്ല ഫ്ലേവറുണ്ട്. അതുകൊണ്ട് സെയിം അളവ് തന്നെ എടുത്താൽ മതിയാവും. ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു 2 പിടി എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലും. പിരിയൻ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ എരിവിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഉപ്പ്, വാളംപുളി, വെളിച്ചെണ്ണ, കടുക്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ചെടുക്കുക. വെളുത്തുള്ളി അത്ര നന്നായിട്ട് ചതഞ്ഞില്ലെങ്കിലും ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്താലും മതിയാവും. ഒരു പാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. ഒരു പരന്ന ഒരു പാനാണ് നല്ലത്. കുറച്ച് കുഴിവും കുറച്ച് പരപ്പുമുള്ളൊരു പാൻ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരാനുള്ള കുറച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം. കടുകിടാം. ചെറിയുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ചെറിയുള്ളിയും കറിവേപ്പില മൂത്തിട്ടുണ്ട്. ഇതിന്ന് ഒരു കുറച്ച് അരിഞ്ഞെടുത്ത് മാറ്റുക, അവസാനം ഒരു ഡെക്കറേഷന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ അവസാനം ഒന്നും കൂടെ കടുക് പൊട്ടിക്കണം. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. സവാള ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്ന് മരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്ത് ചേർക്കാം. ചതച്ചില്ലെങ്കിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. തക്കാളി വെന്ത് ഇടേണ്ടത്, അതുകൊണ്ട് ഒരു റഫായിട്ട് അരിഞ്ഞാൽ മതിയാവും. സവോളയും പച്ചമുളകും ഒക്കെ വഴഞ്ഞിട്ടുണ്ട്. തക്കാളിക്ക് ചേർക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഒരു സ്വല്പം വെളിച്ചെണ്ണ നടുക്കിട്ട് ഒഴിക്കുക. മസാല ഇടുമ്പോൾ ഇച്ചിരി എണ്ണയുള്ള നല്ലതാണ്. 2 സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നത് ഉണ്ടോ പോലെ. ഒരു 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാര്യം സവാള കൂടുതലുണ്ടല്ലോ. സ്റ്റവ് ചെറിയ തീയിലാക്കി വേണം മസാല മൂപ്പിക്കാൻ. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ സ്പൂൺ നല്ല നിറച്ചെടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാല. ഒരു സ്പൂൺ പുളി ചേർക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് അത് വെള്ളത്തോടു കൂടി ഒഴിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിനുള്ള പുളി എടുക്കാം. സാധാരണ മുട്ടക്കറിയേക്കാൾ ഇച്ചിരി പുളി മുമ്പിൽ നിൽക്കും. സാധാരണ നമുക്ക് വീട്ടിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു കറി ഉണ്ടാക്കാനുള്ളതാണ് ഈ മുട്ടപ്പുളി. അപ്പോൾ നല്ല എരിയും പുളിയൊക്കെ ഉണ്ടാവും. ഈ ഒരു കറി മാത്രം മതി ചോറിന്. പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും ജീരകം കൂടി അരച്ചത് ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പോൾ പുളിയും ഉപ്പും ഒക്കെ പാകമാണോ നോക്കാം. ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇതൊരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിരിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് ഓരോന്നായിട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. വളരെ സൂക്ഷിച്ച് ഉണ്ണി പൊട്ടാതെ പതുക്കി ഒഴിക്കണം. ഇനി ഇളക്കാൻ പാടില്ല.
ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ മേലിലിടാം, ഇത് ഭംഗിക്കൊക്കെ ആയിട്ട്. ഒട്ടും വിളക്കാതെ തന്നെ ഇത് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് മുട്ട നന്നായിട്ട് വേകും. ഓൾറെഡി അതിൻ്റെ അകത്തെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് കിടക്കുമല്ലേ. നാല് മിനിറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ചപ്പോൾ എടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെയാണ്. നമ്മുടെ മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പർ, ഒരു നല്ല മണമാണ് വരുന്നത്. കണ്ടോ, നമ്മൾ ഇളക്കിയില്ലെങ്കിലും ഒരു ശകലം മുട്ടയുടെയൊക്കെ ആ ചാറിലേക്കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ മുട്ടക്കറിയേക്കാൾ ഒരു ശകലം പുളി മുമ്പിൽ നിൽക്കും. ഇത് ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ്. ചോറിനിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനൊരു ചോറെടുത്തൊരു കുഴി ഉണ്ടാക്കി ഇതിലോട്ട് വെച്ച് ആവശ്യത്തിന് ഗ്രേവിയും കൂടെ ഒഴിച്ച് ആഹാ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.